500 കോടി രൂപയുടെ തട്ടിപ്പ് പിടിക്കപ്പെട്ടതോടെ കേരള ബി.ജെ.പി. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ പൂട്ടാനൊരുങ്ങിയിരിക്കുകയാണ് കർണാടക സർക്കാർ. അതായത് മാനവും മര്യാദയും ഒപ്പം കുറച്ചെങ്കിലും ഉളുപ്പുമുണ്ടെങ്കിൽ കേരളത്തിൽ ആദ്യം രാജിവെക്കേണ്ടവരുടെ എണ്ണം 2ആയി മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ബി.ജെ.പി. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും. ഈ പ്രധാന പദവികളിൽ ഇരുന്ന് കട്ടുമുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കേരളത്തിൽ കേട്ട് കേൾവിയില്ലാത്തതാണ്. നമുക്കറിയാം, ലാവ്ലിൻ, ലൈഫ് മിഷൻ, സ്വർണ്ണക്കടത്ത്, മകളുടെ നോക്കുകൂലി, അയ്യപ്പൻ്റെ സ്വർണം, അങ്ങനെ തുടങ്ങി ഒട്ടനവധി കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് ഭാരമായി മാറുമ്പോഴേക്കും ഇതാ ബി.ജെ.പിയുടെ അധ്യക്ഷൻ അതിനേക്കാളും വലിയ തട്ടിപ്പ് വീരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, കർണാടക ഭൂമി കുംഭകോണത്തിൽ ബി.ജെ.പിയുടെ കേരള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഭൂമി ഇടപാടിലൂടെ രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിട്ടത് 1000 കോടി രൂപയുടെ ഏറ്റവും വലിയ തട്ടിപ്പ് അല്ലെങ്കിൽ ലാഭമെന്നാണ് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. അതായത് വ്യവസായ സംരംഭം തുടങ്ങുന്നതിനായി വലിയ രീതിയിൽ സഹായിക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. അതിന് ചൂഷണം ചെയ്യുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ചെയ്തത്. അതായത് വ്യവസായ സംരംഭം തുടങ്ങുന്നതിനായി രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഉടമസ്ഥതയിലുള്ള BPL ഗ്രൂപ്പ് ആവശ്യപ്പെട്ടത് കർണാടകത്തിൽ 500 ഏക്കർ ഭൂമിയായിരുന്നു. എന്നാൽ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡ് അഥവാ KIADB നൽകിയതാകട്ടെ 175 ഏക്കർ ഭൂമിയാണ്. വ്യവസായം തുടങ്ങാൻ വേണ്ടി ആയിരുന്നില്ല, മറിച്ച് ഈ ഉദ്ദേശിച്ച 500 ഏക്കർ ഭൂമി കിട്ടുകയാണെങ്കിൽ ആ ഭൂമി തരപ്പെടുത്തി മറിച്ച് വിറ്റ് 1000 കോടിയോളം രൂപ ലാഭം കൊയ്യാനായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിട്ടത് എന്നാണ് ഇപ്പോൾ തെളിവ് സഹിതം കണ്ടെത്തിയിരിക്കുന്നത്. ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് BPL ഗ്രൂപ്പിന് KIADB കത്തയച്ചത് പുറത്തു വന്നു കഴിഞ്ഞു. ഇതിൽ 175 ഏക്കർ ഭൂമി 6,45,5133 കോടി രൂപയ്ക്കാണ് നൽകുന്നത് എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 1995 ഏപ്രിൽ 7-ാം തീയതിയാണ് ഈ കത്ത് KIADB BPL ഗ്രൂപ്പിന് അയച്ചിരിക്കുന്നത്. ഇത് പറഞ്ഞത് പ്രകാരം 3 മാസത്തിനകം പ്ലാൻ നൽകുമെന്നും പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ 14 വർഷങ്ങൾക്ക് ശേഷം 2009 അതിലൊരു ഇഷ്ടിക പോലും വെച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ വെറും തട്ടിപ്പിനായി വേണ്ടി മാത്രം കൊടുത്തൊരപേക്ഷ. പദ്ധതി പ്രകാരം അവർ 6 കോടി രൂപ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. പക്ഷേ 2009 ഈ പറയുന്ന 179 ഏക്കർ ഭൂമി മാരുതി കമ്പനി അടക്കമുള്ള വൻകിട കമ്പനികൾക്ക് മറിച്ച് വിൽക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്തിരിക്കുന്നത്. വ്യക്തമായ തെളിവ് പുറത്തു വന്നു കഴിഞ്ഞു. ഇങ്ങനെ കോടാനുകോടി രൂപ തട്ടിപ്പ് നടത്തി സമ്പാദിച്ചൊരു മാന്യനാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് കർണാടകയ്ക്ക് ബോധ്യമായിരിക്കുകയാണ്. അതായത് ബിസിനസ്സിനും ഫാക്ടറികൾക്കും മറ്റും സഹായിക്കുന്ന KIADB എന്ന ബോർഡ് അതിൽ നിന്നും എടുത്ത ഭൂമി വിറ്റ് 500 കോടിയോളം രൂപ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കുടുംബം കൈക്കലാക്കുകയായിരുന്നു എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. 1994 രാജീവ് ചന്ദ്രശേഖറിൻ്റെ കുടുംബത്തിന് KIADB വഴി ലഭിച്ച ഭൂമി മുറിച്ച് മാരുതി സുസുക്കി അടക്കമുള്ള കമ്പനികൾക്ക് വലിയ തുകയ്ക്ക് വിറ്റു എന്ന യാഥാർത്ഥ്യമാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട അഭിഭാഷകൻ KN ജഗദീഷ് ആണ് തെളിവുകൾ സഹിതം രാജീവ് ചന്ദ്രശേഖറിനെ പൂട്ടാൻ ഇറങ്ങിയിരിക്കുന്നത്. BPL ഫാക്ടറിക്ക് വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖരും ഭാര്യയും പിതാവും അടങ്ങുന്ന ഡയറക്ടർ ബോർഡ് ഭൂമി വാങ്ങിയത് എങ്കിലും അവർ തട്ടിപ്പ് നടത്താനുള്ള ഉദ്ദേശത്തിൽ മാത്രം ചെയ്തതാണിത്. കരാർ പ്രകാരം 3 മാസത്തിനകം പ്ലാൻ നൽകുമെന്നും പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും പറഞ്ഞു. എന്നാൽ 14 വർഷങ്ങൾക്ക് ശേഷവും രാജീവ് ചന്ദ്രശേഖർ ചെയ്തത് ഒന്നും തുടങ്ങിയില്ല എന്ന് മാത്രമാണ്. ഇതിപ്പോൾ കർണാടക സർക്കാരിൻ്റെ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. BJPയോട് അടങ്ങാത്ത കലി എന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും രാജീവ് ചന്ദ്രശേഖർ എന്ന BJP അധ്യക്ഷനെ പൂട്ടുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ DK ശിവകുമാർ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു എന്നുള്ള വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത്. വെറും ഒരു സാമ്പത്തിക ആരോപണത്തിൻ്റെ പേരിൽ ശിവകുമാറിനെ നമുക്കറിയാം 100 ദിവസത്തിലധികം അകത്തിട്ട പാർട്ടിയാണ് കേന്ദ്രത്തിലെ BJPയും നരേന്ദ്രമോദിയും. അതിന് പകരം വീട്ടാൻ കിട്ടുന്ന ഏതവസരവും പാഴാക്കാൻ അദ്ദേഹം തയ്യാറാകില്ല എന്നിരിക്കെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചീട്ട് കീറും എന്നുറപ്പായി കഴിഞ്ഞു. കർണാടക സർക്കാരിൻ്റെ ഭൂമിയാണ് BJP അധ്യക്ഷൻ തട്ടിപ്പ് നടത്തി കോടികൾ പോക്കറ്റിലാക്കിയത്.
അങ്ങനെ BJP അധ്യക്ഷനെ തന്നെ പൂട്ടുന്നൊരു ചരിത്ര നിയോഗം കർണാടക സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. ഏതായാലും ജനങ്ങളുടെ മുന്നിലെത്തുമ്പോൾ, മൈക്ക് കയ്യിലേക്ക് വരുമ്പോൾ പറയുന്ന നല്ല വാക്കുകൾ കേട്ടാൽ തോന്നും ഇവരൊക്കെ ഹരിശ്ചന്ദ്രന്മാരാണ് എന്നുള്ളത്. പക്ഷേ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ BJP അധ്യക്ഷനും ഒരു നിയമത്തിൻ്റെ മുന്നിലേക്ക് ബന്ധിക്കപ്പെടുകയാണ്.